10 വർഷമായി തർക്കത്തിലും പിണക്കത്തിലുമായിരുന്ന സഹോദരങ്ങൾ ഒടുക്കം ഇളയ സഹോദരൻ മൂത്ത സഹോദരനെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു. അതും ഇത്രയും കാലത്തെ വൈരാഗ്യം അയാൾ തീർത്തത് സ്വന്തം ചോരയെ 15ഓളം തവണ ആവർത്തിച്ച് കുത്തിയാണ്. എന്തായിരുന്നു വർഷങ്ങളോളം നീണ്ടുനിന്ന ഈ വൈരാഗ്യത്തിന് പിന്നിലെ കാരണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടന്നത്. കാലങ്ങളോളം നീണ്ടുനിന്ന കുടുംബ വഴക്കിനൊടുവിൽ മൂത്ത സഹോദരനെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇളയ സഹോദരൻ. ആനന്ദ് സ്വരൂപ് എന്ന 64-കാരനാണ് കൊല്ലപ്പെട്ടത്. ഉത്തർപ്രദേശിലെ ഛത്താരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നരാവു ഗ്രാമത്തിലായിരുന്നു ആനന്ദ് സ്വരൂപ് താമസിച്ചിരുന്നത്. കാലങ്ങളായി തന്നെ ആനന്ദും സഹോദരൻ അഭിഷേകും തമ്മിൽ വലിയ തരത്തിലുള്ള ഭൂമി തർക്കം നിലനിന്നിരുന്നു. ഈ തർക്കമാണ് അവസാനം കൊലപാതകം വരെ എത്തിയത്. ഇന്നലെ രാത്രി 11 മണിയോടെ സഹോദരൻ അഭിഷേക് ശർമ്മയും അയൽവാസിയായ സുഹൃത്തും ചേർന്ന് മതിൽ ചാടിക്കടന്നാണ് ഈ കൊലപാതകം നടത്തുന്നത്. മതിൽ ചാടിക്കടന്ന് വീട്ടിലെത്തിയ ഇവർ ഇരുവരും ചേർന്ന് ഉറങ്ങിക്കിടന്ന ആനന്ദിനെ കത്തി ഉപയോഗിച്ച് നിരവധി തവണ കുത്തുകയായിരുന്നു. तो मैं कमरा में गेट लगा के अंदर सांकल लगा के सो रही हूँ, यहाँ पे सो रही। और जब यहाँ बाहर से भी ये पड़ोसियों कह रहे अरे कौन है भैया, कौन मार के जाओ, कौन है। तो आवाज़ सुनी तो मैं भी एकदम उठी, तो मैं यानी बंदर ने गिरा ले खाट पे के नीचे। मैं बंदर आए थे, मैं जंगला खोल के देखा तो बंदर ना आए, आदमी धम धम से धै धै बजा रहे। जब मैंने कही अरे मोहल्ला वाले आइयो मार ले है का, सोए उठ के अपना फाटक पे तो कूद के चला गया। कितने लोग हैं? मैं तो लाइट में एक ही देखो और यहाँ से कूदे होंगे दीवार पे, तो वो ना देखे मैंने। अच्छा, जो जिनकी हत्या हुई है कौन लगते थे आपके? हमारे जेठ लगाए। अच्छा, तो किससे हत्या की है? किस चीज से हत्या की है? कट्टा मिला यहाँ पे है, तमंचा पड़ा और उनकी मतलब बॉडी में चाकू लगे थे। ഈ പ്രതികളുടെ ആക്രമണത്തിന് പിന്നാലെ തന്നെ ആനന്ദിന്റെ നിലവിളി കേട്ടാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളുമൊക്കെ ഉണരുന്നത്. ഇവർ സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തുമ്പോഴേക്കും ഇരുവരും അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. 15ഓളം ആഴത്തിലുള്ള കുത്തേറ്റതുകൊണ്ട് തന്നെ ആനന്ദ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അമിത രക്തസ്രാവമായിരുന്നു മരണകാരണം. ആനന്ദിനെ കുത്തിയതിന് പിന്നാലെ 2 പ്രതികളും സംഭവസ്ഥലത്ത് നിന്ന് വാഹനത്തിൽ രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പിന്നീട് പുറത്തു വന്നിട്ടുമുണ്ട്. കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. ഈ സംഭവശേഷം പ്രതികൾ വാഹനത്തിൽ രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ആനന്ദിന്റെ നെഞ്ചിലും പുറകിലും കഴുത്തിലുമാണ് മാരകമായി കുത്തേറ്റത്. വീടിന്റെ വരാന്തയിൽ ഉറങ്ങുകയായിരുന്ന ആനന്ദിനെയാണ് പ്രതികൾ മാരകമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇതിവർ ദിവസങ്ങൾക്ക് മുൻപ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണോ എന്ന സംശയവും ഇപ്പോൾ പോലീസിനുണ്ട്. ആനന്ദ് കിടന്നുറങ്ങുന്ന സ്ഥലവും സമയവും കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാകാം പ്രതികൾ ഈ കൊലപാതകം നടപ്പിലാക്കിയതെന്നാണ് കൊലപാതകം നടന്ന സാഹചര്യം വിലയിരുത്തുമ്പോൾ പോലീസിനും മനസ്സിലാകുന്നത്. कल देर रात थाना छतारी पुलिस को सूचना प्राप्त हुई थी कि एक व्यक्ति आनंद स्वरूप पुत्र तोताराम, जिनकी उम्र लगभग 64 वर्ष है और ग्राम नारो के निवासी हैं, इनकी हत्या हुई है। इस सूचना पर तत्काल थाना पुलिस मौके पर पहुंची थी। मौके पर पहुंचते ही शव को अपने कब्जे में लिया गया था और पंचायतनामा भरकर पोस्टमार्टम के लिए भेजा गया था। मृतक के शरीर पर चाकुओं की चोट के निशान थे। इसमें जो परिवार है उनके द्वारा नामजद तहरीर दी गई है। जो मृतक के चचेरे भाई हैं उन्हीं के खिलाफ ये तहरीर दी गई है और बताया गया है कि पूर्व से पारिवारिक विवाद चल रहा है, जिस विवाद में ये घटना हुई है। इसमें गिरफ्तारी के लिए 3 टीमों का गठन किया गया था, जिसमें SWAT टीम भी शामिल है। फील्ड यूनिट भी मौके पर आई थी, जिनके द्वारा सभी साक्ष्यों को एकत्रित किया गया है। क्षेत्राधिकारी महोदय और मेरे द्वारा भी घटनास्थल का निरीक्षण किया गया है। इसमें सुबह आज
2 अभियुक्तों की गिरफ्तारी की गई है, जिसमें मृतक का चचेरा भाई और उसका एक साथी भी है, जिनके द्वारा घटना को स्वीकार कर लिया गया है और बताया गया है कि पूर्व के पारिवारिक विवाद में ही इस घटना को अंजाम दिया गया है। इसमें जो शेष कार्रवाई है वो प्रचलित है। शीघ्र अग्रिम विधिक कार्रवाई की जाएगी। ഏതായാലും പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് ഒരു പിസ്റ്റളും കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ആനന്ദിനെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രതികൾ ആ വീട്ടിൽ കയറിപ്പറ്റിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതികൾക്ക് മറ്റു ഗുണ്ടാ സംഘങ്ങളുമായോ മറ്റോ ബന്ധമുണ്ടോ എന്നതും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി മരിച്ചയാളുടെ കുടുംബം സഹോദരന്റെ പേരെഴുതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കേസെടുത്തത്. 2 പ്രതികളും മരിച്ചയാളുടെ അയൽപക്കത്തായിരുന്നു താമസിച്ചിരുന്നത്. वो मेरे बड़े पापा थे। अब मम्मी ने जैसे बताया हमको फ़ोन करके, तो हमें पता चला, तब हम नोएडा रहते हैं। तो फिर हम नोएडा से यहाँ पे आए, तो हमने देखा, तो जब हम गांव में एंटर किए थे तो हमने देखा तो बहुत सारी पुलिस वगैरह थी वहाँ। तो पहले तो हमको बताया कि उनके सर में चोट लगी, जिससे कि हमको थोड़ा शौक नहीं लगे। इस वजह से जब हम गांव में आए तब मैंने अपने गांव में गली में यहाँ पे जैसे मैंने एंटर किया, यहाँ पे देखा बहुत लोगों को देखा। तो फिर हमारे पापा यहाँ पे लेटे थे, सारे में इतना ब्लड हो रहा था बहुत ज़्यादा। उनके यहाँ पे चक्कू लगा था, यहाँ पे, और उनके मुँह में भी शायद चक्कू लगा है, उस वजह से बहुत ज़्यादा घाव हो रहा था उनके, और यहाँ थाइस पे भी उनके घाव हो रहा था। मम्मी जैसे बता रही थी कि मैं सो के उठी थी तो उन्होंने जंगले में से देखा था, तो एक ही बंदा दिखा था उनको उस टाइम पे। तो उन्होंने देखा था हमारे गेट पे चढ़ के, और एक मतलब जो मेरे पापा के जो सगे चाचा उनका बेटा था, सबसे छोटा वाला, वैसे तो बल्लू बोलते हो उसको, वैसे उसका नाम रियल नेम अभिषेक है वो। और हमारे यहीं पे गाड़ी थी, तो जैसे वो यहाँ से निकला तुरंत यहाँ पे एक और हमारे यहाँ सामने एक और रहते हैं अंदर, तो फिर उन्होंने भी देखा। तो फिर यहाँ पे मतलब इतनी स्पीड से यहाँ से तुरंत कूदते, इतनी स्पीड से वो गाड़ी में घुसा और गाड़ी लेकर वो तुरंत यहाँ से निकल गया। मतलब गाड़ी भी काफ़ी स्पीड पे थी, ऐसे लेके गया। हत्या करने का कुछ कारण पता पड़ा है कि जब आपके चाचा का लड़का है तो किस कारण हत्या की है? नहीं, मतलब हत्या करने का अभी तो कोई कारण नहीं था। मतलब काफ़ी टाइम पहले हमारी वैसे कुछ लड़ाई वगैरह होती थी उनसे, मतलब हमारी क्या वही हम पे केस वगैरह ऐसे कुछ लगा दिए थे उन्होंने, लेकिन वो तो काफ़ी टाइम पहले बंद हो चुके। अब ना कोई लड़ाई थी ना कुछ भी था, यदि दूर तक भी कोई ऐसा नहीं है कि मतलब कुछ है नहीं है। ചോദ്യം ചെയ്യലിൽ പ്രതികൾ കൊലപാതക കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. സ്വത്ത് വിഭജനത്തെ ചൊല്ലിയുള്ള ദീർഘകാല വൈരാഗ്യം തന്നെയാണ് ഈ സംഭവത്തിന് പിന്നിലെ കാരണമെന്ന് പ്രതികൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇപ്പോൾ പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.